ഹലോ സ്റ്റുഡൻസ്, നമ്മൾ +1 മാത്തമാറ്റിക്സിലെ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഒരു ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മെത്തേഡ്സ് ഓഫ് ഫൈൻഡ് ലിമിറ്റ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഒരു ഇതിൻ്റെ ലിമിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫാക്ടറൈസേഷൻ മെത്തേഡാണ്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. തേർഡ് മെത്തേഡ് റാഷണലൈസേഷൻ മെത്തേഡാണ്. ഈ ഫാക്ടറൈസേഷൻ മെത്തേഡിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഈ ഫാക്ടറൈസേഷൻ മെത്തേഡിൽ ഫസ്റ്റ് നമ്മൾ ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിനെയും ഫാക്ടറൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സെക്കൻഡ് ആയിട്ട് നമ്മൾ വിൽ ബി ഷുവർ ദാറ്റ് ദി ഡിനോമിനേറ്റർ വിൽ ബി സീറോ ആക്കണം ഡിനോമിനേറ്ററിനെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോഷ്യൻ റൂള് അപ്ലൈ ചെയ്യാണ് വേണ്ടത്. പിന്നെ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇവാലുവേറ്റ് ലിമിറ്റ് s tends to 2 x² - 5s + 6 divided by x - 3 is equal to 0/0 എന്നുണ്ട്. അപ്പോൾ is equal to limit s tends to 3 x - 2 x - 3 divided by x - 3 എന്നുണ്ട്. ഇതിൽ എക്സിന്റെ സ്ഥാനത്തേക്ക് നമുക്ക് ഈ 2 ഇട്ട് കൊടുക്കാണ്, 3 x tends to 3 ആണ്. അപ്പോൾ 3 ഇട്ട് കൊടുക്കാണ് വേണ്ടത്. അപ്പോൾ ഈ x - 3യും x - 3യും ക്യാൻസൽ ആയി പോകും. ലിമിറ്റ് x tends to x - 3 എന്ന് പറയുന്നത് x - 2 എന്ന് പറയുന്നത് x tends to 3 ആയിട്ട് 3 - 2 എന്നാവും. 3 - 2 will be 1 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ 1 നേടി. നെക്സ്റ്റ് ക്ലാസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് പഠിക്കാൻ പോകുന്നത്. ഫാക്ടറൈസേഷൻ മെത്തേഡ്സിൽ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, കമൻ്റ് ആയിട്ട് ചോദിക്കാം. പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.